നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ഡിജിറ്റൽ സർവകലാശാലയിൽ MSc MTech MBA അപേക്ഷ 6 വരെ. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ MSc MTech PBA പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ 6 വരെ സ്വീകരിക്കും. duk.ac.in admission/apply വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കമ്പ്യൂട്ടർ സയൻസിലും ഇലക്ട്രോണിക്സിലുമാണ് MTech. അപ്ലൈഡ് ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ഇക്കോളജി, ഇലക്ട്രോണിക്സ്, ഡേറ്റ അനലിറ്റിക്സ്, കമ്പ്യൂട്ടേഷൻ സയൻസ്, ഡേറ്റ സയൻസ് ആൻഡ് ബയോ, AI, ഡേറ്റ സയൻസ് ആൻഡ് ജിയോ ഇൻഫർമാറ്റിക്സ്, എൻവയോൺമെൻറ്റൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ MSc പ്രോഗ്രാമുകളുണ്ട്. MBAക്ക് സ്പെഷ്യലൈസേഷൻ വിഷയങ്ങൾ ഇവ: ബിസിനസ് അനലിറ്റിക്സ്, ഡിജിറ്റൽ ഗവേണൻസ്, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഫൈനാൻസ്, HR, ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ഓപ്പറേഷൻ, സിസ്റ്റംസ് ടെക്നോളജി മാനേജ്മെൻറ്റ്. പ്രവേശന യോഗ്യതകൾ: MTech, BTech, MSc അഥവാ 5 വർഷ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റർ ബിരുദമുള്ളവർക്ക് CUET PG 2005 ഗേറ്റ് സ്കോർ വഴി പ്രവേശനം നേടാം. സർവകലാശാല 14 നടത്തുന്ന ടെസ്റ്റും തുടർന്നുള്ള ഇൻ്റർവ്യൂവും വഴി പ്രവേശനം നേടുകയും ആകാം. MSc സയൻസ്, എഞ്ചിനീയറിംഗ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ 3-4 വർഷ ബാച്ചലർ ബിരുദം വേണം. CUET PG 2005 സ്കോറോടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടെസ്റ്റ് സ്കോറോടെ വേണം. MBA 60% മാർക്കോടെ ബിരുദവും CUET PG, CAT, GRE, CMAT, KMAT, EXAT, NMAT, GMSC, DUAT, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ടെസ്റ്റ് ഇവയിലൊന്നിലെ സ്കോറും വേണം. മിനിമം മാർക്ക് പൊതു നിബന്ധന 60% അഥവാ 6.5 10 ഗ്രേഡ് പോയിൻ്റ് ആവറേജോടെ ബന്ധപ്പെട്ട ബാച്ചിലർ ബിരുദം വേണം. ഏതെങ്കിലും സർവകലാശാല 6.5 കുറഞ്ഞ ആവറേജ് എന്നത് 60% പരിവർത്തനം ചെയ്യുന്നതെങ്കിൽ അതും പരിഗണിക്കും. പക്ഷേ തെളിവ് പ്രവേശന വേളയിൽ ഹാജരാക്കണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് ജയം മതി. കേരളത്തിലെ പിന്നോക്ക വിഭാഗക്കാർക്ക് 55% മാർക്ക്. മുൻ സെമസ്റ്റർ വർഷ പരീക്ഷകളെല്ലാം ജയിച്ച് ആദ്യമായി ഫൈനൽ സെമസ്റ്റർ വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മറ്റ് വിവരങ്ങൾ: MTech MSc പ്രോഗ്രാമുകൾക്ക് 2 വർഷത്തേക്ക് ആകെ 2,10,000 ലക്ഷം രൂപയും MBAക്ക് 4,15 ലക്ഷം രൂപയുമാണ് ഫീസ്. പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യമുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.